friends, Assalamualaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിംഗ് സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. അതുപോലെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലുള്ളൊരു ചോപ്പറിൽ വെച്ചിട്ട് ഇത് ചോപ്പ് ചെയ്തെടുക്കണം. നല്ല കനം കുറഞ്ഞിട്ട് വേണം ഇതിങ്ങനെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം. ഇതിലുള്ള ആ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോകാനായിട്ട് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് പിഴിഞ്ഞെടുക്കണം. ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട്. സാധാ നമ്മൾ ടാപ്പ് വാട്ടറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇതേപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിലുള്ള ഒരു ഒട്ടൽ പോലുള്ള സ്റ്റാർച്ചൊക്കെ അങ്ങ് പോയി കിട്ടും. ഇതേപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കയ്യിലൊന്നും ഒട്ടാതെ തന്നെ നന്നായിട്ട് കിട്ടും. ഇതിലേക്ക് ഞാൻ കുറച്ച് സവാള, ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളെടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ വലിപ്പം അനുസരിച്ചിട്ട് മുട്ടയുടെ അളവൊക്കെ വ്യത്യാസം വരാം. അപ്പോൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ നല്ല വലിപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിലേക്ക് ഈ 2 മുട്ട കറക്റ്റായിട്ടാണുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂണോളം മൈദ ചേർക്കുന്നുണ്ട്. ഓരോ ടേബിൾ സ്പൂൺ വീതം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് എരിവിന് ഇതിലേക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ ഈ ഒരു സ്റ്റീലിൻ്റെ ടേബിൾ സ്പൂണിലാണ് അളന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നന്നായിട്ട് നിറയെ തന്നെ എടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിന് പകരമായിട്ട് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ബാറ്റർ ഓരോ സ്പൂണായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് ചെറിയ ഓരോ സ്നാക്ക് വീതമാണ് കാണിക്കുന്നത്. അത് ഇതേപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കാം. എന്നിട്ടൊരു റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ലോയ്ക്കും മീഡിയത്തിനും ഇടയിലാക്കി വെച്ചിട്ട് വേണം ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു സൈഡൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. അത് കഴിഞ്ഞിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മറ്റൊരു രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ്. അത് ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അതും കാണിക്കുന്നുണ്ട്. ഇതിനെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് ഒരു 3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് സൈഡൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടിത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മോzzarella ചീസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ചീസ് ഇല്ലാതെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതും നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടും. ഒന്ന് മൊരിഞ്ഞിട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഇത് ഡീപ്പ് ഫ്രൈ അല്ലാത്തതുകൊണ്ട് എണ്ണയൊന്നും ഒരുപാട് കുടിക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള എരിവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനെ അടച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. താഴ്ഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ആ ബാക്കിയുള്ള ആ ബാറ്ററിലേക്ക് കുറച്ച് ചീസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മൊസറല്ല ചീസ് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ചീസ് ചേർക്കാൻ ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ അതുപോലെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരുപാട് അങ്ങ് ചീസ് ആവരുത്. അങ്ങനെയാകുമ്പോൾ കറക്റ്റായിട്ട് നമുക്കത് കിട്ടില്ല. ഒന്ന് മറിച്ചിടുമ്പോൾ ഒക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേ പാനിൽ തന്നെ ഒരു ബാക്കി വന്നിട്ടുള്ള ബട്ടറിലേക്കാണ് ഈ ഒരു ബാറ്റർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലായിടത്തേക്കും നന്നായിട്ടൊന്ന് നിരത്തി കൊടുത്തിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു റൗണ്ടിൽ തന്നെ ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കനത്തെ ചെയ്യുകയാണെങ്കിൽ കുക്കിംഗ് ടൈം കുറച്ചും കൂടെ കൂടുതൽ കൊടുക്കണം. ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒറിഗാനോയും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു 4 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ കുക്കായി കിട്ടും. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ചീസൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത് അടച്ചു വെക്കണമെന്നില്ല. തുറന്നിട്ട് തന്നെ ഇട്ട് ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി. താഴ്ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് മൊരിയിച്ചെടുത്താൽ മതി. അപ്പോൾ വളരെ ഈസിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതേപോലെ 2 എണ്ണം ഞാൻ ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് 2 എണ്ണം ചേർത്ത് വെച്ച് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഉള്ളിൽ ചീസൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇത് നമ്മൾ ചെറുതായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തത് കൊണ്ട് ഇതിൻ്റെ ഉള്ളൊന്നും കുക്കാവാതൊന്നും ഇരിക്കില്ല. നന്നായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടും. താങ്ക് യു.